സെപ്റ്റംബർ അവസാനം ബെൽജിയത്തിലെ ബ്രസൽസിലെ കിങ് ബൗഡോവിൽ സ്റ്റേഡിയത്തിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഓൺലൈനിൽ ലഭ്യമാക്കിയ സൗജന്യ ടിക്കറ്റുകൾ ക്ഷണനേരം കൊണ്ട് വിറ്റഴിച്ചു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച റെക്കോർഡ് സമയത്തിലാണ് പേപ്പൽ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ വിശ്വാസികൾ ഒന്നിച്ച് ഓൺലൈനിലെത്തിയത്. ടിക്കറ്റുകൾ സൗജന്യമായി ഓൺലൈനിൽ ലഭ്യമായ ശേഷം 32,000 ടിക്കറ്റുകൾ വെറും 90 മിനിറ്റിനുള്ളിൽ തീരുകയായിരുന്നുവെന്ന് സംഘാടകർ പറയുന്നു. പേപ്പൽ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ ഇത്രയധികം തിരക്കുണ്ടെന്ന് കരുതിയിരുന്നില്ല എന്നും ഇത് തങ്ങളെ ഏറെ ആശ്ചര്യപ്പെടുത്തിയെന്നും ബെൽജിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ വക്താവ് ടോമി ഷോൾട്സ് പറഞ്ഞു. അന്ന് നടക്കുന്ന ബലിയർപ്പണത്തിനിടെ ആവിലായിലെ വിശുദ്ധ അമ്മ തെരേസ്യയുടെ ആത്മീയ മകളും സെന്റ് ജോൺ ഓഫ് ദി ക്രോസിന്റെ സുഹൃത്തുമായ കർമ്മലീത്ത സന്യാസിനി സിസ്റ്റർ അന ഡി ജീസസിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങും നടക്കുന്നുണ്ട്. ഏകദേശം 50,000 പേർക്ക് ഇരിക്കാവുന്ന ബെൽജിയത്തിലെ ഏറ്റവും വലിയ സോസർ സ്റ്റേഡിയമാണ് കിങ് ബൗഡോയിൻ. ദേശീയ ടീമിന്റെ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിന് പുറമെ ലോകോത്തര സംഗീത കലാകാരന്മാരുടെ കച്ചേരികൾക്കും ഇത് വേദിയായിട്ടുണ്ട്. സിറ്റി കൗൺസിലിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയത്തിൽ അവശേഷിക്കുന്ന 18,000 സീറ്റുകൾ ഇടവകകൾ, രൂപതകൾ, സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള ഗ്രൂപ്പുകൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് രജിസ്ട്രേഷൻ അവസാനിച്ചതിന് ശേഷം ബാക്കിയുള്ള ടിക്കറ്റുകൾ കൂടി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പത്രോസിന്റെ സിംഹാസനത്തിൽ അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനമാണ് സെപ്റ്റംബറിൽ നടക്കുക. സെപ്റ്റംബർ 2 മുതൽ 13 വരെ നടക്കുന്ന തീയതികൾക്കിടെ ഫ്രാൻസിസ് പാപ്പ ഇന്തോനേഷ്യ, ഈസ്റ്റ് ടിമോർ, പപ്പുവ ന്യൂഗിനിയ, സിംഗപ്പൂർ എന്നീ 4 രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. സെപ്റ്റംബർ 26 മുതൽ 29 വരെയാണ് പാപ്പ ബെൽജിയം സന്ദർശിക്കുക.